ശ്രീ ഷിബു തെക്കുംപുറം, അങ്ങേക്ക് 5 മിനിറ്റ്. സാർ, കേരള നിയമസഭയിൽ അംഗമാകാൻ അവസരം നൽകിയ, എന്നെ കൈപിടിച്ചുയർത്തിയ എൻ്റെ രാഷ്ട്രീയ ഗുരുനാഥൻ കേരള കോൺഗ്രസ് ചെയർമാൻ പി.ജെ. ജോസഫ് സാറിനുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ചരിത്ര ഭൂരിപക്ഷത്തിനാണ് കോതമംഗലം നിയോജകമണ്ഡലത്തിൽ ഞാൻ വിജയിച്ചത്. നല്ലവരായ ജനങ്ങളോട് ഹൃദയത്തിൽ തൊട്ട് കടപ്പാട് അറിയിക്കുക. ഈ നന്ദി പ്രമേയത്തെ ഞാൻ പിന്താങ്ങുകയാണ്. സാർ, വികസന മുരടിപ്പിന് സാക്ഷ്യം വഹിച്ച 10 വർഷങ്ങളാണ് നമ്മൾ കണ്ടത്. ജനദ്രോഹ നയങ്ങളുമായി മുന്നോട്ട് പോയ ഒരു സർക്കാർ ഈ ദുർബലത്തിൽ നിന്നും കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നടത്തിയ വലിയ പോരാട്ടങ്ങൾ, നടത്തിയ ജനകീയ ഇടപെടലുകൾ, വലിയ സമരങ്ങൾ, അതെല്ലാമാണ് UDFന് ഉജ്ജ്വല വിജയം നേടിക്കൊടുത്തത്. സമാനതകളില്ലാത്ത, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും സമാനതകളില്ലാത്ത വലിയ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഒരു പുതിയ കേരളം സൃഷ്ടിക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന നയപ്രഖ്യാപനത്തിൻ്റെ കാതൽ എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാ മേഖലയും ഇത് സ്പർശിക്കുന്നു. വയോജനങ്ങളെയും സ്ത്രീകളെയും വിദ്യാർത്ഥികളെയും ചേർത്ത് വയ്ക്കുന്നു. UDF അതിൻ്റെ മാനിഫെസ്റ്റോയിൽ നൽകിയിട്ടുള്ള മുഴുവൻ വാഗ്ദാനങ്ങളും നടപ്പിലാക്കാൻ പോകുകയാണ് സർക്കാർ. കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോകുന്ന ഇന്ദിരാ ഗ്യാരണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുക. നമുക്കറിയാം, ചികിത്സാ ചെലവാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. ഒരു അസുഖം വന്നാൽ ചികിത്സിക്കേണ്ടി വരുമ്പോൾ വലിയ തുകയാണ് വരുന്നത്. അതിനുവേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കേണ്ട ഒരു ഗതികേട് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്കുണ്ട്. ചികിത്സാ ചെലവ് പരിഹരിക്കുവാൻ തീർച്ചയായും വലിയ തീരുമാനമാണ് ഈ സർക്കാർ എടുത്തിട്ടുള്ളത്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നമ്മുടെ രാജ്യത്തിന് മാതൃകയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സഹോദരിമാരാണ് നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, സാമ്പത്തികമായ വെല്ലുവിളികൾ, ഇതെല്ലാം നേരിടുന്നത് സ്ത്രീകളാണ്. അവർ ദിവസക്കൂലിക്ക് പോകുന്നു, അതോടൊപ്പം തന്നെ കടകളിൽ ജോലിയെടുക്കാൻ പോകുന്നു, മറ്റെല്ലാ തരത്തിലും വീടുകളിൽ ജോലിയെടുക്കാനായിട്ട് പോകുന്ന ധാരാളം സഹോദരിമാരുണ്ട്. അവർക്കൊക്കെ വലിയ കൈത്താങ്ങായിരിക്കും സൗജന്യ ബസ് യാത്ര. തീർച്ചയായും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്ക് അഭിമാനകരമായ നിലയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാ പിന്തുണയും നൽകുകയാണ്. കോതമംഗലം നിയോജകമണ്ഡലം 5 പഞ്ചായത്തുകൾ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുകയാണ്. വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമായ പ്രദേശമാണ് കോതമംഗലം. സംസ്ഥാനത്ത് തന്നെ 8 ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു പഞ്ചായത്ത് കോതമംഗലമാണ്. അത്രമാത്രം ദുരിതപൂർണമായ ഒരു അവസ്ഥയാണ് കോതമംഗലത്തുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് 8 പേരാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരണപ്പെട്ടത്. കഴിഞ്ഞ 10 വർഷമായി ഒന്നും ചെയ്യാതെ പോയ ഒരു സർക്കാർ, കൈയും കെട്ടി നോക്കി നിന്ന ഒരു സർക്കാർ. തീർച്ചയായും കുടിയേറ്റ ജനത ഇന്ന് കുടിയേർക്കലിൻ്റെ ഭീഷണിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് എല്ലാ സഹായവും നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ UDF സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകളുള്ള നാടാണ് കോതമംഗലം. പൂത്താങ്കെട്ട് ഡാം, തട്ടേക്കാട് പക്ഷി സങ്കേതം, മാമലക്കണ്ടം, എല്ലാത്തിനും ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട്
വലിയ വികസനം നമ്മുടെ നാട്ടിൽ നടത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോതമംഗലത്തിൻ്റെ പതിറ്റാണ്ടായിട്ടുള്ള ആവശ്യമാണ് ടൂറിസം വികസനത്തിനും നാടിൻ്റെ പുരോഗതിക്കും വേണ്ടി ആലുവ മൂന്നാർ റോഡ് രാജപാത തുറന്നു കൊടുക്കണമെന്നുള്ളത്. ഈ രാജപാത തുറന്നു കൊടുക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. ഞാൻ നിർത്തട്ടെ സാർ. എല്ലാവർക്കും അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ജീവിക്കാൻ കഴിയുന്ന നാടാക്കി കേരളത്തെ നമുക്ക് മാറ്റണം. ദുഃഖങ്ങളില്ലാത്ത, കഷ്ടപ്പാടുകളില്ലാത്ത ഒരു നാട്. ആ നാടിന് വേണ്ടിയിട്ടുള്ള വലിയ മുന്നേറ്റമാണ് UDF സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ലക്ഷ്യം കൈവരിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിന് കഴിയട്ടെ. വികസനത്തിൻ്റെ പാതയിൽ എല്ലാ തരത്തിലും സ്വയം പര്യാപ്തതയുടെ കാര്യത്തിൽ രാജ്യത്തിന് നെറുകയിലെത്തിക്കാൻ കേരളത്തിന് നെറുകയിലെത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ നന്ദി പ്രമേയത്തെ പിന്താങ്ങുന്നു.